സാറിന് ഞങ്ങൾ അറിയോ? ചെറുപ്പം മുതൽ ഒരേ സ്ഥലത്ത് കളിച്ചു വളർന്ന പഴയ കൂട്ടുകാരെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? 2 വർഷം മുമ്പ് വരെ വേർപിരിയാത്ത കൂട്ടുകാരായിരുന്നു. ഇന്ന് സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പില്ലാത്ത വാനരന്മാർ. പക്ഷേ ഈ 4 കൂട്ടുകാർ അന്നും ഇന്നും ഒരുമിച്ച. എന്നാലും ഞങ്ങൾക്ക് നിന്നോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. പക്ഷേ അന്ന് ഫോൺ ചെയ്തപ്പോൾ നീ പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു അപമാനം ജീവിതത്തിൽ ഇതിനു മുമ്പ് ഞങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു അധ്വാനിച്ച് ജീവിക്കാൻ. ഇന്ന് ദിവസം 1000 രൂപ വീതം ഞങ്ങൾ ഓരോരുത്തരും ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട്. അതിന് കാരണക്കാരനായ നിന്നോട് നന്ദി പറയാനും കൂടിയാ ഞങ്ങൾ വന്നത്. സ്വന്തം വരുമാനക്കാരായിട്ടും ഞങ്ങൾ ഇതുവരെ പിരിയാത്ത കൂട്ടുകാരായി ഇന്നും ഇവിടെ ഉണ്ടെന്ന് നിന്നെ കാണിക്കാൻ കൂടിയാ ഞങ്ങളുടെ ഈ വരവ്. വാടാ. നിൽക്ക്. ഞാൻ നിങ്ങളെ അപമാനിച്ച വേദന പങ്കിട്ടില്ല നിങ്ങളിപ്പോ. അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ വലിയൊരു അപമാനം നേരിട്ടൊരു സമയമുണ്ടായിരുന്നു 2 വർഷം മുമ്പ് എനിക്ക്. അതും ജീവന് തുല്യം സ്നേഹിച്ച സ്വന്തം ഭാര്യയിൽ നിന്ന്. ആ സംഭവം എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ചു. നിങ്ങളെ ജീവിതം മാറ്റാനും അതേ മാർഗം തന്നെയാണ് ഞാനും സ്വീകരിച്ചത്. അതിൽ ഞാൻ വിജയിച്ചു. എനിക്കത്ര മതി. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ അപ്പപ്പോൾ അറിയുന്നുണ്ടായിരുന്നു. ആ സന്തോഷവും സംതൃപ്തിയും ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതിനേക്കാൾ വലുതായി എനിക്കൊന്നും വേണ്ട. ഇന്ന് ഞാൻ ഈ നാട്ടിൽ കാലുകുത്തിയത് നിങ്ങളെപ്പോലെ ഇവിടെ ഈ നാട്ടിൽ അധ്വാനിച്ച് ജീവിക്കാനാ. പക്ഷേ എന്റെ ഒഴിവു സമയങ്ങളിൽ എന്റെ പഴയ കൂട്ടുകാർക്കിടയിൽ കളിതമാശകളിൽ പങ്കുചേരാൻ എനിക്കൊരിടമുണ്ടെങ്കിൽ എന്റെ തിരിച്ചുവരവ് അർത്ഥമുള്ളതാവും. അല്ലെങ്കിൽ പിന്നെ ഒറ്റക്കുള്ള ഈ ജീവിതത്തിൽ ഞാൻ സന്തോഷം കണ്ടെത്തിക്കോളാം.